കില്ലാടികളെ അറ്റ് ലാസ്റ്റ് നമ്മൾ കേരളം കാത്തിരുന്ന ആ ഒരു വാർത്ത നമ്മൾ കേട്ടിരിക്കുകയാണ്. ഷിംജിതയല്ലേ ഷിംജിത എന്ന ആ ഒരു പെണ്ണ് ചേച്ചി, നമ്മുടെ ഭാഷയിൽ എന്താ ചേച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ, പച്ചത്തീർണില്ലാതെ. അപ്പൊ ചേച്ചി അറസ്റ്റിലായിരിക്കണില്ല. നമ്മൾ ആ ന്യൂസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു. ഞാനിത് മുമ്പ് ഒരു വീഡിയോ ഇട്ടു. എന്നെ സംബന്ധിച്ച് ഷിംജിത പിടിയിലെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പിടിയിലും പിന്നെ ബസ്സിലെ ദൃശ്യങ്ങൾ, പിന്നെ നമ്മുടെ ദീപക് എന്ന് പറഞ്ഞ ചേട്ടനെ കുറിച്ച് മുമ്പ് ബസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അതൊക്കെ നമ്മൾ ന്യൂസ് ചെയ്തില്ലായിരുന്നു. പക്ഷേ അത് പിടിയിലായിരുന്ന ദൃശ്യം ആയിരുന്നില്ല. ഇപ്പോൾ അറ്റ് ലാസ്റ്റ് കിട്ടിയിരിക്കുകയാണ് ഈ ബന്ധുവിന്റെ വീട്ടിൽ. ഞാൻ ഈ ആലോചിച്ചില്ലാട്ടല്ലോ ഈ കൊലപാതകം നടന്നിട്ട്. ഇപ്പോൾ അതായത് ഇപ്പോൾ ദീപക് എന്ന് പറയുന്ന ആ ചേട്ടൻ ആത്മഹത്യ ചെയ്ത ശേഷം ഏകദേശം 48 മണിക്കൂറും പ്ലസ് ഒരു 2 ദിവസവും കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കൂടിയായി. ആ സമയമായിട്ട് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കാൻ നിൽക്കില്ലതല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് കിടല്ല ഒരു പെണ്ണിന് പിടിക്കാൻ എത്രയൊക്കെ സമയം വേണോ എന്നൊരു കോൺസെപ്റ്റ് എത്തി എൻ്റെ മൈൻഡിൽ, മനസ്സിലായില്ലേ? പക്ഷെ എന്താ വെച്ചാൽ ഒളിവിൽ പോയിരിക്കണില്ലടല്ലേ. ഞാൻ വിചാരിച്ചിപ്പോൾ ഒളിവ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ദുബായിൽ എവിടെയും പോയിട്ടാവുമോ? അതിനുള്ളതൊന്നും അവർക്കില്ല, ദുബായ് അല്ല എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചാൽ ശരി ഇവിടെ എവിടെയും ഉണ്ടാവും. അറ്റ് ലാസ്റ്റ് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പിടിയിലായിരിക്കലടല്ലേ നമ്മൾ കേരളം എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്ത. നല്ലതിലാണ്. ഞാൻ വെച്ച് ഇപ്പൊ ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ് കേരള പോലീസിനെ. അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും പിടിക്കണം അവരെ, മനസ്സിലായില്ല. ഇത് നമ്മൾ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവർ ഒളിവിലൊക്കെ പോയിട്ടില്ലേ. എന്നാലും പിടിച്ചത് നന്നായി. ഇനി ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം റീച്ച് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് കാരണം ഒരാളുടെ ജീവനാ പോയിരിക്കണില്ലാടല്ലേ. അപ്പൊ അതിനുള്ള തക്കതായ ശിക്ഷ ഇവർക്ക് വാങ്ങിച്ച് കൊടുക്കുക വേണം. കൊടുക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ഒരു നിയമത്തോട് ബഹുമാനവും ഭക്തിയും ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ എനിക്കൊരു പേടി എന്താ വെച്ചാൽ കില്ലർ പെണ്ണാണ് എന്നൊരു കൺസിഡറേഷനിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് മുമ്പ് പുരുഷനാണ് വെച്ച് കഴിഞ്ഞാൽ കില്ലറിൽ ഇതൊക്കെ പണ്ട് അയാളെ പിടിച്ചിട്ടുണ്ട്. അത് ദുബായിലായാലും ശരി, അയാൾ എവിടെയാണെങ്കിൽ ശരി, അയാളെ പിടിച്ച് അറസ്റ്റിലാക്കി ഇപ്പോൾ ഇട്ടിച്ച് ചിലപ്പോൾ ക്വസ്റ്റിനും ആൻസറൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ ജയിലിലാക്കിയിട്ടുണ്ട്. അത് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ന്യൂസ് ഉണ്ട് കേട്ടല്ലേ, ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാൻ ബാക്കി പറയാം. ഓക്കെ. ദീപക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത ഷിംജിത പിടിയിലായെന്ന സൂചനകൾ വരുന്നു. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ബസ്സിലെ ലൈംഗികാതിക്രമം എന്ന രീതിയിൽ ആരോപണ വിധേയനായി അത്തരത്തിലൊരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് യുവാവായ ദീപക് ആത്മഹത്യയത്. ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലടക്കം പ്രചരിപ്പിച്ച, ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത, ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഷിംജിതയ്ക്കായി അന്വേഷണം തുടരുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. ഈ ഘട്ടത്തിൽ ഇതാ ഷിംജിത പിടിയിലായ സൂചന, ഷിംജിതയെ പോലീസ് പിടികൂടി എന്ന സൂചന വരുന്നു. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പിടിയിലായതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ ഇറക്കിയതിന് പിന്നാലെ തന്നെ ഷിംജിത മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ സെഷൻസ് കോടതി സമീപിച്ചിരുന്നു. ഇതിൽ നാളെ വാദം തുടരാനിരിക്കെ, ഷിംജിതയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെ ഷിംജിത പിടിയിലായിരിക്കുന്നെന്ന ഏറ്റവും അപ്പൊ അതാണ് കണ്ടില്ല, മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു. ഓൾറെഡി ഇവള് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു. എന്താ വെച്ചാൽ ഇവൾക്ക് അറിയാം ചെയ്ത് തെറ്റാണോ ഇല്ലെങ്കിൽ നമ്മൾ ഇതാവുന്നൊക്കെ. അത് അപേക്ഷിച്ചു ഓൾറെഡി. അപേക്ഷിച്ച ശേഷമാണ് പിന്നെ എന്തായാലും അത് അപേക്ഷിച്ച് നാളെയാണ് വിധി വരുന്നത്. അപ്പൊ അതിനു മുമ്പ് പിടിയിലായതിൽ നമ്മൾ നന്ദി പറയുകയാണ്. സത്യം പറയുന്നത് വെച്ചാൽ പിടിക്കണമെങ്കിൽ നമ്മൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പോയി പിടിക്കണം, വീട്ടിൽ പോയി പിടിച്ചിറക്കി കൊണ്ടുപോകണം, എന്നിട്ട് ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ പരിപാടി നോക്കണം. ഞാൻ പറയാം, ഇത് സെയിം ഒരു ആണാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചില്ല. ഒരു ആണാണെങ്കിൽ ഒന്നും പറയാനില്ല, അയാളെ അറസ്റ്റ് ചെയ്തു സ്പോട്ടിൽ. ഈ വീഡിയോ ഇറങ്ങിയ ഇതിപ്പോൾ തെറ്റ് വല്ല ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അതൊന്നാമത്തെ കാര്യം. ഇത് വീഡിയോ ഇറങ്ങിയിട്ട് തെറ്റല്ല എന്ന് മനസ്സിലായി. പക്ഷെ പണ്ട് കാര്യമുണ്ടല്ലോ, സോഷ്യൽ മീഡിയ മൊത്തം ചിത്രീകരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത്. എനിവേ അറസ്റ്റിലായ വിവരം നമ്മളെന്ത് സന്തോഷപൂർവ്വം അറിയിക്കാനായിട്ടുള്ള കൺഗ്രാറ്റ്സ് കേരള പോലീസ്. നമ്മൾ ഒരു ഷൗട്ട് ഔട്ട് അവർക്ക് വേണ്ടി കൊടുക്കാനാണല്ലോ. അപ്പൊ ഇതുപോലെ ഇനി ആരും ചെയ്യരുതെന്നാണ് നമുക്കും പറയാനുള്ളത്. വെച്ചാൽ നമുക്ക് ഒരു സ്ത്രീ, നമ്മുടെ വീഡിയോ ഇപ്പോൾ സ്ത്രീ കാണുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്കും ജീവിക്കണം. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ പുരുഷന്മാർക്കും ജീവിക്കണം. അതിനുള്ളൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനൊരു അവസരം തരൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, മനസ്സിലല്ലേ? അത് ഞങ്ങൾ ചോദിക്കുന്നത്, വേറെ ഒന്നുമില്ല. നിങ്ങൾ റീച്ച് ആവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, പിന്നെ തുണിയിലാണ്ട് നടക്കുക, ഇനി അഴിഞ്ഞാട് എന്തൊക്കെ ചെയ്തോ. ഇമാതിരി നമ്മളെ കുരുതി കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഇരയാക്കിയിട്ട് ഒരിക്കലും റീച്ച് ആവരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. അതൊരു റിക്വസ്റ്റ് ആണ്, മനസ്സിലായില്ലേ? അത്ര ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഈ പിടിച്ച വാർത്ത ഞാൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എനിവേ താങ്ക് യു, അതേ പറയുന്നുള്ളൂ.